ഹലോ ഗൈസ്. സോ ഇത് ഫുട്ബോളിനകത്ത് നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ന്യൂസിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ അല്ല. ഇത് സെപ്പറേറ്റ് ഒരു ന്യൂസ് റിലേറ്റഡ് അത് ഷെയർ ചെയ്യാൻ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു വീഡിയോ മാത്രമാണത്. ആർസണലിനെ സംബന്ധിക്കുന്ന ന്യൂസ് തന്നെയാണ്. ഓഫ് കോഴ്സ് തോമസ് പാർട്ടേ ആർസണലിൻ്റെ മിഡ്ഫീൽഡർ ആയിരുന്നു. കഴിഞ്ഞ ജൂൺ 30 വരെ ആർസണലിൻ്റെ മിഡ്ഫീൽഡർ ആയിരുന്നു. പ്ലെയറിൻ്റെ കോൺട്രാക്ട് അവസാനിച്ച് പ്ലെയർ ഫ്രീ ഏജൻ്റായി. സോ ആ ഒരു പ്ലെയർ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫ്രൈഡേ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ക്രൗൺ പ്രോസിക്യൂഷൻ വഴി. 5 റേപ്പ് കൗണ്ട്സും ഒരു സെക്ഷൽ അസോൾട്ട് കൗണ്ടുമാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 6 കൗണ്ട്സ്. സോ ക്രൗൺ പ്രോസിക്യൂഷൻ ഈ പ്ലെയറിനെ ചാർജ് ചെയ്തിരിക്കുകയാണ്. വിഷയങ്ങൾ 2021-22 സമയത്തിനിടയിൽ നടന്നതാണ് വിഷയങ്ങളൊക്കെ. 2022 ജൂലൈയിൽ പ്ലെയർ ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ബെയിലിൽ ഇറങ്ങി വരികയും ചെയ്തതാണ്. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഇത്രയും വർഷം 3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ക്രൗൺ പ്രോസിക്യൂഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് പ്ലെയറിനെ. സോ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന കാര്യം ഷെയിം ഓൺ ആർസണലിനെതിരെ ഈ ഒരു ഇവൻറ്റിൽ ആർസണൽ എത്രത്തോളം കുറ്റപ്പെടുത്തേണ്ടതുണ്ട് ആർസണൽ എന്ന ക്ലബിനെ, അതേപോലെ ആർസണലിൻ്റെ മാനേജ്മെൻറ്റിനെ, അതേപോലെ ആർസണൽ എത്രത്തോളം നാണം കെടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ലാസ്റ്റ് ഞാനൊരു ട്രാൻസ്ഫർ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു ട്രാൻസ്ഫർ വീഡിയോയിൽ ഈ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ ആ ട്രാൻസ്ഫർ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് വരാറുണ്ട്. കാരണം ഞാൻ വർക്കിംഗ് അവേഴ്സൊക്കെ ഉള്ള കാരണം കറക്റ്റ് അതേസമയം ഇൻസ്റ്റൻ്റായിട്ട് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യൽ എനിക്ക് അത്ര പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ഈ ന്യൂസ് കേട്ടപ്പോൾ ഓൾറെഡി എൻ്റെ വീഡിയോ 15 മിനിറ്റിന് മേലെ ലെങ്ത് ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ ന്യൂസും ഡിയോഗോ ജോട്ടയുടെ മരണവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വൺ ലൈനറായിട്ട് മാത്രം തോമസ് പാർട്ടിയുടെ ഈ ഒരു വിഷയം പറഞ്ഞു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കിയത്. ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം, കൂടുതൽ ഫാക്ട്സും ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ഇതേപോലെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ആ ഒരു വിഷയം അവിടെ പറയാതെ പോയത്. അല്ലാതെ പ്ലെയറിനെ അല്ലെങ്കിൽ ക്ലബിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പറയാതിരുന്നു എന്നൊന്നും പറയരുത്. അത്രയും അന്തം ഫാനൊന്നുമല്ല ഞാൻ. ഒരു ആർസണൽ ഫാനാണ് ഇൻ എ ഗുഡ് വേ, അത്രയേ ഉള്ളൂ. സോ എനിവേ 2020 തോമസ് പാർട്ടേ ആർസണലിലേക്ക് കടന്നു വരുന്നത്. ഡെഡ് ലൈൻ ഡേയിൽ 45 മില്യൺ പൗണ്ട്സിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും തോമസ് പാർട്ടേ ആർസണലിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം തന്നെയായിരുന്നു പ്ലെയർ. സോ 2022 ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം, ആ ഒരു അറസ്റ്റ് നടന്നതിന് ശേഷം, പ്ലെയർ ബെയിൽ ഔട്ട് ആയതിനു ശേഷം ആർസണലിൻ്റെ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആർസണൽ എടുത്ത സ്റ്റാൻസസ് ആണ് ഇപ്പോൾ ആകെ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ വിക്ടിംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചാർജസ് ആണ് തോമസ് പാർട്ടിക്കെതിരെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു വിഷയത്തിൽ ആർസണലിന് പറ്റിയ പാളിച്ചകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ 1 by 1 ആയിട്ട് പറയുന്നത്. സോ 4 കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ എടുത്തു പറയുന്ന 4 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2022 ഈ ഒരു പ്ലെയർ അറസ്റ്റ് ചെയ്തതിനു ശേഷം ബെയിലെടുത്ത് തിരിച്ചു വന്നപ്പോൾ പ്ലെയറിനെ ക്ലബ്ബ് സസ്പെൻഡ് ചെയ്തില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്ലെയറിനെ ഈ ഒരു 3 വർഷത്തെ കാലയളവിൽ ടീം കളിപ്പിച്ചുകൊണ്ടേയിരുന്നു, പ്ലേയിങ് ലെവലിൽ എടുത്തുകൊണ്ടേയിരുന്നു എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലെയറുമായിട്ട് ജൂണിൽ കോൺട്രാക്ട് അവസാനിക്കുന്ന പ്ലെയറായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സിലേക്ക് ആർസണൽ കടന്നു എന്നുള്ള ഒരു കാര്യം. നാലാമത്തെ കാര്യം, ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ക്ലബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല എന്നുള്ള കാര്യം. സോ ഈ 4 കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ, 2019 ഈ പ്ലെയർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ബെയിൽ ചെയ്ത് പിന്നീട് ക്ലബിലേക്ക് തിരിച്ചു വന്നു പ്ലെയർ. സോ ആ സമയത്ത് ആർസണൽ ഒരു സ്റ്റാൻഡ് എടുത്തു. പ്ലെയർ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല, അലിഗേഷൻസ് ആണ് പ്ലെയറിൻ്റെ പേരിലുള്ളത്. സോ പ്ലെയറിൻ്റെ പ്രൊഫഷണൽ കരിയർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് തെറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് ആർസണൽ എടുത്തു. അവിടെ പറയുകയാണെങ്കിൽ, അവിടെ അന്നേ പ്ലെയറിനെ ആർസണൽ സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നൊരു വാദമുണ്ട്. പ്ലെയറിനെ കറക്റ്റായ ചാർജസ് ഇല്ലാതെ പ്ലെയറിനെ സസ്പെൻഡ് ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നൊരു വാദമുണ്ട്. സോ അതിൽ സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഇല്ലാതെ തോമസ് പാർട്ടേനെ സസ്പെൻഡ് ചെയ്യാൻ ആ സമയത്ത് ആർസണലിന് കഴിയുമായിരുന്നില്ല. കാരണം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് UK ലോസിൽ വലിയ സംഭവം തന്നെയാണ്. സോ ആ ഒരു പ്ലെയറിന് ചാർജ് ചെയ്യപ്പെടാതെ ആ പ്ലെയറിൻ്റെ പേര് പോലും പറയാൻ മീഡിയാസിന് പെർമിഷനില്ല. മീഡിയാസ് പേര് പോലും പറയില്ലായിരുന്നു ഓപ്പൺലി. വേറെ ഇത്ര വയസ്സുള്ള പ്ലെയർ, ഇന്ന സ്ഥലത്ത് കളിക്കുന്ന പ്ലെയർ, ലണ്ടൻ ബേസ്ഡ് ക്ലബ്ബ്, അങ്ങനെയൊക്കെ പറയത്തുള്ളായിരുന്നു. പ്ലെയറിലേക്ക് ഡയറക്റ്റ്ലി ചൂണ്ടുന്ന പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പോലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒഫീഷ്യലി മീഡിയാസിന് അധികാരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, അവകാശമുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ക്ലബിനും അത് ബാധകമായിരുന്നു എന്നുള്ളതാണ്. സോ ഈ പ്ലെയറുമായിട്ട് മ്യൂച്വൽ എഗ്രിമെൻ്റ് എത്തിയതിന് ശേഷം ആ പ്ലെയറിനെ സസ്പെൻഡ് ചെയ്യുന്നതും ആ പ്ലെയറിനെ എഗ്രിമെൻറ്റിനെതിരെ സസ്പെൻഡ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് പ്രെജുഡീഷ്യൽ ആയി പോകും. കാരണം അതുപോലെ തന്നെ പ്ലെയറിൻ്റെ ഐഡൻറ്റിറ്റി ഡയറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ഇയാളൊരു കുറ്റവാളിയാണ് എന്നുള്ള രീതിയിൽ ക്ലബ്ബ് തീരുമാനമെടുത്തു എന്നുള്ള രീതിയിലൊരു
ചിത്രം അവിടെ വന്നു പോകുന്നു. അത് വളരെ പ്രജുഡിഷ്യലായി പോയേനെ എന്നുള്ളതാണ്. സോ ആ ഒരു വാദം നമുക്ക് രണ്ട് സ്ഥലത്തും പറയാൻ കഴിയും എന്നുള്ളതാണ്. മറ്റുള്ള ക്ലബ്ബുകളുടെ കാര്യം അതിന് എക്സാമ്പിളായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെഞ്ചമിൻ മെൻഡിയുടെ കാര്യവും മേസൺ ഗ്രീൻവുഡിൻ്റെ കാര്യം. ബെഞ്ചമിൻ മെൻഡി പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. മേസൺ ഗ്രീൻവുഡിൻ്റെ കാര്യത്തിൽ ആ സമയത്ത് പക്ഷേ യുണൈറ്റഡിലുള്ള സമയത്ത് തന്നെ വീഡിയോസും ഓഡിയോസൊക്കെ ലീക്ക്ഡ് ആയിരുന്നു. സോ അത് വേറൊരു സിനാരിയോ ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് ടു പ്രൈവസിയുടെ കാര്യം അവിടെ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. സോ ഫസ്റ്റ് വിഷയം അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുപോയ സമയത്ത് മുഴുവൻ പ്ലെയറിനെ ആർസണൽ കളിക്കാൻ ചൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ, വൺ തിങ്. പക്ഷേ ആ പ്ലെയറിനെ ഗ്രൗണ്ടിലിറക്കി കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ആർസണലിൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. സോ ടീം മാനേജ്മെൻറ്റ്, കോച്ചിൻ്റെ തീരുമാനമായിരുന്നു, രണ്ടുപേരുടെയും ഇൻവോൾവ് ചെയ്യുന്ന ഒരു തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. ആർസണൽ അവിടെയും തോമസ് പാർട്ടിക്ക് അനുകൂലമായിട്ട് തന്നെ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതാണ്. അവിടെയും ഈ സെയിം വാദം തന്നെ, രണ്ട് വാദങ്ങൾ, ഇപ്പം നേരത്തെ വിഷയത്തിൽ പറഞ്ഞ രണ്ട് വാദങ്ങൾ തന്നെ അവിടെയും വരും എന്നുള്ളതാണ്. അലിഗേഷൻസ് വന്നു, സോ പ്ലെയർ നമ്മുടെ മോറൽ കോഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലെയർ അല്ല, സോ ആ പ്ലെയറിനെ മാറ്റി നിർത്തണം. അല്ല, പ്ലെയർ അലിഗേഷൻസ് ആണ് വന്നിരിക്കുന്നത്, പ്ലെയർ നിരപരാധിയാണെങ്കിൽ അല്ലെങ്കിൽ ചാർജസ് വന്നിട്ടില്ല പ്ലെയറിൻ്റെ പേരിൽ, സോ അതുകൊണ്ട് ആ പ്ലെയറിനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഈ രണ്ട് വാദം അവിടെയും വരുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പ്ലെയറിൻ്റെ കോൺട്രാക്ട് ടോക്സിലേക്ക് ക്ലബ്ബ് കടന്നത്, എക്സ്റ്റൻഷൻ ടോക്കിലേക്ക് ക്ലബ്ബ് കടന്നത്, അതിന് രണ്ട് വാദമില്ല. കാരണം അവിടെയും പറയാം ചാർജസ് വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് ജനുവരിയിൽ അറിയാൻ കഴിയുന്നതനുസരിച്ച് ലാസ്റ്റ് ജനുവരിയിൽ ക്രൗൺ പ്രോസിക്യൂഷൻ്റെ കാര്യത്തിലേക്ക് കേസ് മൂവ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ അവിടെ ഒരു ചെറിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UK ലോസ് പ്രകാരം പോലീസ് ഒരു അലഗേഷൻസ് വന്നു കഴിഞ്ഞാൽ പോലീസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മെട്രോപൊളിറ്റൻ പോലീസ് ആണെന്ന് തോന്നുന്നു, അവർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം തെളിവുകളും കാര്യങ്ങളും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തി തെളിവുകളൊക്കെ ശേഖരിച്ച് തെളിവുകൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതായത് അതിനകത്തൊരു കാതലുണ്ടെങ്കിൽ, ആ പറയുന്ന അലിഗേഷൻസിന് കാതലുണ്ടെങ്കിൽ മാത്രമാണ് അത് ക്രൗൺ പ്രോസിക്യൂഷനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലാസ്റ്റ് ജനുവരിയിൽ ക്രൗൺ പ്രോസിക്യൂഷനിലേക്ക് ആ കേസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആർസണൽ അറിയണം ആ തെളിവുകളിൽ കുറച്ച് കാര്യമുണ്ട്. തോമസ് പാർട്ടി പറയുന്ന പോലെ നിരപരാധി തന്നെ ആവണം നിർബന്ധമില്ല, കുറച്ച് കാതൽ ആ കേസിനുണ്ട് എന്നുള്ള, അലിഗേഷൻസിനുണ്ട് എന്നുള്ള, സിവിയറിറ്റി കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യം ആർസണൽ മനസ്സിലാക്കണമായിരുന്നു. സോ ഓക്കെ ഫൈൻ, നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, ചാർജ് ചെയ്യാത്തവരെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, ഫൈൻ. എന്നാൽ പിന്നെ പ്ലെയറിനെ കളിപ്പിക്കാതിരിക്കുന്ന കാര്യത്തിലും ഓക്കെ ഫൈൻ, അതും ആ സ്റ്റാൻഡ് എടുത്തു. പക്ഷേ അടുത്ത കോൺട്രാക്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ക്ലബിന് തീരുമാനമെടുക്കാം. അവിടെ വേറെ ഒന്നും ക്ലബിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 32 വയസ്സുള്ളൊരു പ്ലെയറാണ്, അദ്ദേഹം ജൂൺ 30 അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും, ഫൈൻ. എന്തിനാ തലവേദന, എന്തിനാ വേറെ ഇനി ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്നത്? ആ പ്ലെയർ പൊക്കോട്ടെ, നമുക്ക് ഉറപ്പില്ല ആ പ്ലെയർ കുറ്റവാളിയാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല, ഫൈൻ. എന്നാൽ ജൂൺ 30 കഴിയുമ്പോൾ പ്ലെയറിനെ വിട്ടേക്ക്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഏപ്രിലിൽ എത്തിയപ്പോൾ അഗെയിൻ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സിലേക്ക് ആർസണൽ കടന്നു എന്നുള്ളതാണ്. സോ അവിടെ ആ അലഗേഷൻസിന് ഒട്ടും വില കൽപ്പിക്കാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റമായിപ്പോയി ക്ലബിൻ്റെ എന്നുള്ളതാണ്. ആൻഡ് അവസാനം സാലറിയുടെ കാര്യത്തിൽ ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ക്ലബ്ബും പാർട്ടിയും തമ്മിൽ പിരിഞ്ഞത് എന്നുള്ള രീതിയിലും റിപ്പോർട്ട്സ് വന്നായിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സ് സ്റ്റോളായത് അങ്ങനെയാണെന്നാണ് നമ്മൾ ആ സമയത്ത് അറിയാൻ കഴിഞ്ഞത് നമുക്ക്. സോ അവിടെ ക്ലബിൻ്റെ സ്റ്റാൻഡ് ശരിക്കും തെറ്റിപ്പോയി. അവിടെ ഒരു മറുവാദം എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഇനി നാലാമത്തെ കാര്യം, ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നത് എന്നുള്ളതാണ്. ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേറ്റ്മെൻറ്റിൽ. ജൂൺ 30 പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചു, പ്ലെയർ ക്ലബ്ബ് വിട്ടു പോയി, ഓക്കെ. രണ്ടാമത്തെ കാര്യം, ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുന്ന കാരണം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ കഴിയില്ല. കാരണം എംപ്ലോയ്മെൻറ്റ് കൊടുത്തിരുന്ന ക്ലബ്ബാണ്, കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രജുഡീഷ്യലായി പോകും ആ ഒരു ട്രയലിന്. ശരിയാണ്, ട്രയൽ റൈറ്റ് ആയിട്ട് തന്നെ ഫെയർ ആയിട്ട് തന്നെ പോകണം. സോ അതും ഓക്കെ ഫൈൻ. അത്രയും മതിയോ? ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മതിയോ ആർസണലിന്? പ്ലെയർ നമ്മളെ വിട്ട്, ഞങ്ങളുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ പ്ലെയറാണ്, ഓക്കെ, ലീഗൽ പ്രൊസീഡിങ്സാണ്, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ആ വിഷയത്തെ പറ്റി പറയണ്ട, ആ പ്ലെയറിനെ പറ്റി പറയണ്ട. പക്ഷെ ആ നയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇങ്ങനൊരു വിഷയത്തിൽ ആർസണൽ ഫാൻസ് എല്ലാവരും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതാണ്, എന്തായിരിക്കും ആർസണലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഒഫീഷ്യൽ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ ആസ് എ ക്ലബ് നമ്മുടെ കോഡ്, മോറൽ കോഡും കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്യുന്ന റെസ്പോൺസ് ആയിരിക്കണം ക്ലബിൻ്റെ എന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. പക്ഷേ വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ, പക്ഷെ അത് വളരെ വളരെ എന്താ പറയുക, തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല എന്നുള്ളതായിരുന്നു അത്.
ഒരു നമ്മുടെ നയം. നമ്മളിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ക്ലബ്ബ്, ആ ഒരു പ്ലെയറിനെ ചൂണ്ടണം എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അല്ലാതെ തന്നെ പറയാൻ കഴിയും, പല വഴികളുണ്ട് പറയാനായിട്ട്. ആ ഒരു പ്ലെയറിനെ തന്നെ ചൂണ്ടിക്കാണി, ആ പ്ലെയറിനെ കുറ്റവാളിയാണെന്ന് പറയാതെ തന്നെ ക്ലബിന് പറയാം നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒരിക്കലും ഫേവർ ചെയ്യുന്നില്ല, നമ്മൾ ഇതിനൊക്കെ എതിരാണ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ എന്തെങ്കിലും ക്ലബിനെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ ഒന്നും ക്ലബ്ബ് അവിടെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ആർസണൽ ഫാൻസിനെ രണ്ടായിട്ട് ശരിക്കും വിഭജിച്ചു എന്നുള്ളതാണ്. ഓൾറെഡി പാർട്ടിയുടെ കാര്യത്തിൽ ഇതുപോലെ മറുവാദങ്ങളും കാര്യങ്ങളും ഉണ്ട്, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ കാര്യത്തിൽ വലിയ മറുവാദമൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഓൾമോസ്റ്റ് മിക്ക ആർസണൽ ഫാൻസും വല്ലാതെ അങ്ങോട്ട് ഇൻസൾട്ടഡ് എന്നല്ല, വല്ലാണ്ട് അങ്ങോട്ട് ഒഫൻഡഡ് ആയി എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആ 2 വരിയിൽ ഒതുക്കിയത് അവിടെയും പറയാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുന്നതാണെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ശരി, ആ വിഷയത്തെപ്പറ്റി പറയണ്ട, അല്ലാതെ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ക്രിറ്റിസൈസേഷൻ ഉണ്ടല്ലോ, ആർസണൽ ആസ് എ ക്ലബ് ഫേസ് ചെയ്യുന്ന ക്രിറ്റിസൈസേഷന് വേണ്ടി പകരം എന്തെങ്കിലും പറയാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയും അതും കണ്ടില്ല എന്നുള്ള. ഇനി അതിന് വേറെ എന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷൻ ഏർപ്പെടുത്താം. അതേപോലെ യൂക്കോലോസിൻ്റെ കാര്യം, ക്രൗൺ പ്രോസിക്യൂഷൻ്റെ കാര്യമൊക്കെ എൻ്റെ അറിവിൽ ഞാൻ കളക്ട് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾ അവിടെയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നി നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷൻ ഏർപ്പെടുത്താം. തെറ്റൊക്കെ ആർക്കും പറ്റാം. എനിക്ക് കളക്ട് ചെയ്തുള്ള ഇൻഫർമേഷൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സോ ഇങ്ങനെ 4 സ്റ്റേജിലായിട്ട് ആർസണലിന് തെറ്റ് പറ്റി എന്നുള്ളതാണ്. സോ അതിൽ ആദ്യത്തെ കേസിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഇതിൽ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഓക്കെ ഫൈൻ, മ്യൂച്വൽ അഗ്രിമെൻറ്റിലെ സസ്പെൻഷൻ പറ്റില്ല, അത് ഞാനും പറയുന്നു. ഇപ്പോൾ മ്യൂച്വൽ അഗ്രിമെൻ്റ് ഇല്ല, നമുക്ക് സസ്പെൻഷൻ പറ്റില്ല. പക്ഷേ ആ ഒരു രണ്ടാമത്തെ കേസിലും പ്ലെയറിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ പോലെ കുറ്റവാളി പ്രൂവ് ചെയ്യേണ്ട ഒരാളെ കുറ്റവാളിയെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്നൊരു വാദം, മനസ്സാക്ഷിയുടെ വാദം ഉയർത്താൻ നമുക്ക്. അത് തെറ്റ് പറയുന്നില്ല, അതിലും തെറ്റ് പറയാൻ പറ്റും. പക്ഷെ 3ാമത്തെയും 4ാമത്തെയും കാര്യങ്ങളിൽ ശരിക്കും തെറ്റ് പറയേണ്ടി വരും എന്നുള്ളതാണ്. ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ചൊക്കെ ഞാനും സംസാരിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ അത്ര അവെയർ ആയിരുന്നില്ല, ഈ ഒരു സിറ്റുവേഷനെ പറ്റി ഞാൻ അത്ര അവെയർ ആയിരുന്നില്ല. പക്ഷേ എന്നാൽ ആർസണൽ ക്ലബ്ബ് അവെയർ ആവാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ശരിയാണ്, ആർസണലിൻ്റെ മുമ്പിൽ പേഴ്സൺ ഓഫ് കോൺടാക്ട് എന്ന് തോമസ് പാർട്ടി മാത്രമാണ്. തോമസ് പാർട്ടി എന്ത് പറയുന്നു അത് മാത്രമാണ് ആർസണലിന് ഒരു ഇൻഫർമേഷനായിട്ട് ആ കാര്യത്തിലുള്ളത്. തോമസ് പാർട്ടി നിരപരാധിയാണെന്ന് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ അത് മാത്രമാണ് ആർസണൽ ഉണ്ടാവുക. ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആർസണലിലേക്ക് കൊടുക്കില്ല. പക്ഷേ ക്രൗൺ പ്രോസിക്യൂഷൻ ആ കേസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർസണൽ അറിയണമായിരുന്നു, ഓക്കെ ഒരു റെഡ് ഫ്ലാഗ് ഉയരുന്നുണ്ട്, അത് ചിലപ്പോൾ പണിയായിരിക്കും എന്ന് ആർസണൽ അറിയണമായിരുന്നു. പിന്നീടെങ്കിലും ആർസണൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണമേ. അതേപോലെ മിക്കേൽ ആർട്ടേറ്റയുടെ കുറച്ച് ഇൻ്റർവ്യൂസ് ഈ അടുത്ത പ്രശ്നമായിട്ടുണ്ട്. ആ സമയങ്ങളിൽ മിക്കേൽ ആർട്ടേറ്റ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വെരി ഹാപ്പി ഫോർ തോമസ് പാർട്ടി ആഫ്റ്റർ വാട്ട് ഹി ഹാവ് ബീൻ ത്രൂ. അദ്ദേഹം കടന്നു വന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് കളിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നത്. ചിലവർ പറയുന്നത് ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ ചിലവർ പറയുന്ന ആ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. സോ അതിൽ മിക്കേൽ ആർട്ടേറ്റയുടെ ഭാഗത്തുനിന്നും മിക്കേൽ ആർട്ടേറ്റയ്ക്ക് നല്ല രീതിയിൽ ഫയർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ മിക്കേൽ ആർട്ടേറ്റ ആണെങ്കിലും ഇന്റർപേഴ്സണൽ മാനേജ്മെൻറ്റിൽ ഒരുപാട് പേര് കേൾക്കുന്ന, ഒരുപാട് പ്രശംസ കിട്ടുന്ന ഒരു കോച്ചാണ് അയാൾ. സോ ആ ഒരു കോച്ചിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള സമീപനം വേണമായിരുന്നു തോമസ് പാർട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ. അവർക്ക് എന്തായാലും മീഡിയ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ആർസണലിന് വലിയ മീഡിയ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ തോമസ് പാർട്ടിനെ കുറിച്ച് ഒരു ചോദ്യം വരുമ്പോൾ, തോമസ് പാർട്ടിനെ കുറിച്ച് മറുപടി പറയുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു മിക്കേൽ ആർട്ടേറ്റ. അത്ര അലസതയോടെ റിപ്ലൈ കൊടുക്കരുതായിരുന്നു. പല സാഹചര്യങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. സോ അത് മിക്കേൽ ആർട്ടേറ്റയുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് തെറ്റ് തന്നെയാണ്. മിക്കേൽ ആർട്ടേറ്റ ചിന്തിക്കണമായിരുന്നു. ഒരു വിക്ടിം സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയ തെറ്റ് തന്നെയാണ്. തോമസ് പാർട്ടി നിരപരാധിയല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ അലിഗേഷൻസ് തന്നെയായിരുന്നു. അത് ഇതുപോലത്തെ സീരിയസ് അലിഗേഷൻസ്, അതും ആർസണൽ പോലെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബിൽ നിൽക്കുമ്പോഴാണ് ഈ അലിഗേഷൻസ് വന്നത് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. സോ മിക്കേൽ ആർട്ടേറ്റയുടെ ഭാഗത്തുനിന്നും അവിടെ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ പാളിച്ചകളും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറുവാദം, ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 വിഷയത്തിനും ആ മറുവാദവും കൺസിഡർ ചെയ്യപ്പെടേണ്ടി വരും. പക്ഷേ 3ാമത്തെയും 4ാമത്തെയും കാര്യത്തിലും, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ കാര്യത്തിലും അതേപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും എന്താണ് മറുവാദം എന്നുള്ളത് എനിക്കറിയില്ല. ആർസണൽ നാണം കെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എന്ന് പറയേണ്ടി വരും. കാരണം മറ്റുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലും ഇതേ സിറ്റുവേഷൻസ് വന്നപ്പോൾ അവർ ഡീൽ ചെയ്ത രീതിയും നമ്മൾ ഡീൽ ചെയ്ത രീതിയും തമ്മിൽ, നമ്മുടെ ക്ലബ്ബ് ഡീൽ ചെയ്ത രീതിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ശരിക്കും ക്ലബ്ബിനെ നാണം കെടുത്തുന്നത്. നമ്മളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാണക്കേടിനേക്കാൾ ഉപരി ഇത് അടുത്ത സീസണിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലബിൻ്റെ മോറൽ കോഡിനെതിരായിട്ട് ക്ലബിൻ്റെ ഒരു ആക്ടിവിറ്റി ചെന്ന് അവസാനിക്കുമ്പോഴും അത് നമുക്കത് വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു ക്ലബിൻ്റെ വാല്യൂസിൽ അത്രയും അടിയുറച്ച് ഫോളോ ചെയ്യുന്ന ഫാൻസാണ്. സോ അത് നമ്മൾ വളരെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുക ആസ് എ ഫാൻസ്, ആർസണൽ ഫാൻ എന്ന രീതിയിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന ചില
സിറ്റുവേഷൻസ് വന്നേക്കാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ തോന്നുന്നത്, നമ്മളൊരു ഒപ്പോണൻ്റ് സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുന്നു, പോട്ടെ നമ്മുടെ ഹോം സ്റ്റേഡിയത്തിൽ തന്നെ എത്ര ഫാൻസ് ഇതിനെതിരെ സംസാരിക്കും, ചാൻസ് വരും, ബാനേഴ്സ് വരും. നമ്മുടെ ഹോം സ്റ്റേഡിയം പോട്ടെ, ഇനി എതിർ ടീംസിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് ശരിക്കും മെൻ്റലി ഒരു വലിയ ടോള് തന്നെ മിക്കൽ ആർട്ടറ്റയ്ക്കും ആർസണൽ പ്ലേയേഴ്സും നെക്സ്റ്റ് സീസൺ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആൻഡ് വേസ്റ്റ് പാർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണൽ ഫാൻസ് നമുക്കതിനൊരു മറുപടിയും പറയാനില്ല എന്നുള്ളതാണ്. സോ ഇനി ഫ്യൂച്ചറിലെങ്കിലും ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ്. സോ എനിവേ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ആർക്കെതിരെയുള്ള അതിക്രമങ്ങളാണെങ്കിലും ഒരു രീതിയിലും നമ്മുടെ ക്ലബ്ബ് ഒരു ഫുട്ബോൾ ക്ലബ്ബോ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഫാൻസ് എന്നുള്ള രീതിയിൽ എന്ത് ഗ്രൂപ്പാന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. സോ ആർസണലിന് പറ്റിയ മിസ്റ്റേക്സ് അത് അവർ എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഇൻറ്റേർണലി എന്താണ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുകൊണ്ട് അത് നടത്തുക തന്നെ വേണം. കറക്റ്റായിട്ടുള്ളവർ അതിന് റീസൺ. ഇടയ്ക്കൊരു റൂമർ ഉണ്ടായിരുന്നു, അത് ഈ അടുത്താണ് ഞാൻ കേൾക്കുന്നത്. വൺ ഓഫ് ദി വിക്ടിംസ് കോൾ ദ ക്ലബ്, വൺ ഓഫ് ദി വിക്ടിം ക്ലബിനെ വിളിച്ചിരുന്നു, പ്ലെയറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളൂ. ക്ലബ്ബ് അത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നൊക്കെ പറയുന്നു. അത് ഒരു റൂമറായിട്ട് കേട്ടതാണ്. ഇനി അത് ഫാക്റ്റ് ആണെങ്കിൽ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ക്ലബ്ബിൽ ഇന്ത്യയാണെങ്കിൽ നടക്കണം എന്നുള്ളതാണ്. അത് ആര് കാരണമാണ്, ആരുടെ ആക്ടിവിറ്റീസ് കാരണമാണ്, അല്ലെങ്കിൽ ആരുടെ ചിന്താഗതി കാരണമാണ് ഇങ്ങനെയുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ ഇതേപോലുള്ള ആക്ടിവിറ്റീസിലേക്ക് ആസനം എത്തിച്ചേരേണ്ടി വന്നത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. ആൾക്കാരെ ക്ലബിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നാൽ അത്രയും നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് ഒരു സർക്കസ് ഷോ തന്നെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്ലേയേഴ്സും ആർസണൽ മാനേജ്മെൻ്റ് ആയാലും കോച്ചായാലും നല്ല രീതിയിൽ മെൻ്റൽ ടോർച്ചർ അനുഭവിക്കാനുള്ള ചാൻസ് നെക്സ്റ്റ് സീസണിലേക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആർസണൽ ഫാൻ ഒരു വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് നമ്മളെ ക്ലബിൻ്റെ ഭാഗത്തുനിന്ന്, പ്ലെയറിൻ്റെ ഭാഗത്തുനിന്നുള്ളതിനേക്കാൾ ക്ലബിൻ്റെ അപ്രോച്ചാണ് നമ്മളെ കുറച്ചും കൂടി വേദനിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും തോമസ് പാർട്ടി ഓഗസ്റ്റ് 5 വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഹാജരാവേണ്ടതാണ്. സോ അതിനുശേഷം ട്രയലും കാര്യങ്ങളൊക്കെ നടക്കും. വിധി വരുമ്പോൾ നമുക്കറിയാം, വിധിക്കപ്പെടുമ്പോൾ അറിയാം അയാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ, അത് എന്തും ആവട്ടെ. പക്ഷേ എന്തായാലും ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി, കൂടുതലൊന്നും പറയാനില്ല. ആൻഡ് നേരത്തെ എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ കാര്യം പറയാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു വൺ ലൈനായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല. ആർസണൽ ഫാനാണ് ഞാൻ. സോ എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയാനായിട്ട് മാറ്റി വെച്ചത് എന്നുള്ളതാണ്. അല്ലാണ്ട് ക്ലബിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെപ്പറ്റി പറയാതിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല. ഞാൻ പറഞ്ഞിടത്തോളം അത്ര അന്തം ഫാനൊന്നുമല്ല നമ്മൾ, ഇൻ എ ഗുഡ് വേ. ഒരു ഫാനാണ് ഇൻ എ ഗുഡ് വേ, അത്രയേ ഉള്ളൂ. സോ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഷെയർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ അറിയാതിരിക്കുകയൊന്നുമില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ എനിവേ, ഒരു മോശപ്പെട്ട അനുഭവമാണ് ആർസണൽ ഫാൻസിന്. എന്തായാലും ക്ലബ് ഇനി എന്താണ് അടുത്ത നടപടി, ക്ലബിൻ്റെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയാം എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, സോ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.